ഇത്രയും കോർഡിനേറ്റഡും പ്രൊഫഷണലുമായ ഒരു ഗ്രൂപ്പാണെന്നാണല്ലോ അവർ അഡ്വർടൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമുക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്. പാരീസ് സിറ്റിയിലെ ഹോട്ടൽ നമുക്ക് ആക്ച്വലി നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന അന്ന് വരെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെക്ക് ഇൻ ചെയ്യുന്ന അന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഏത് ഹോട്ടലാണ് താമസിക്കാൻ പോകുന്നത്. ഞങ്ങൾ വൈകുന്നേരം ചെക്ക് ഇൻ ചെയ്യണം, ഉച്ചയായിട്ടും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല വേർ ആർ വി ഗോയിങ്. നമ്മൾ ബാഗൊക്കെ എടുത്തു ചോദിക്കുമ്പോൾ ഹോട്ടൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഹോട്ടലിലെ ഡീറ്റെയിൽസ് ചെക്ക് ഇൻ ചെയ്യുന്ന അന്നാണ് കിട്ടിയത്. ആൻഡ് ഐ എം സോ സോറി, ഐ എം സോ സാഡ് ടു സേ 200 കിലോമീറ്ററിന് മേലെ എവേ ആയിരുന്നു ഫ്രം ദ സിറ്റി. അതായത് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ സൈറ്റ് സീയിങ് കാണാൻ വരുന്ന ഒരാൾക്ക് ഈ റോഡിൽ റൂം എടുത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? തമിഴ്നാട്ടിലെ ഈ റോഡിൽ റൂം എടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി വന്നാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് ട്രാവലിന് തന്നെ ഓൾമോസ്റ്റ് 3 hours ആണ് വൺ സൈഡ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഓൾമോസ്റ്റ് ഒരു ഹാഫ് എ ഡേ നമ്മുടെ ആ ഒരു ഇതിൽ പോകും. അപ്പോൾ അത്രയും മോശമായിട്ടുള്ളൊരു കോർഡിനേഷൻ ആയിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് സിറ്റിയിൽ ഒന്നും കാണാൻ ഒന്നും ടൈം ഉണ്ടായിരുന്നില്ല. ഈവൻ ഈഫിൾ ടവറിന്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ അത് ഐറ്റിനറിയിൽ ഇല്ല, അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ കോ ട്രാവലേഴ്സ് സ്വിട്രസിനെ വിളിച്ച് ചോദിച്ചപ്പോൾ കിട്ടിയൊരു റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇത്രയും കിലോമീറ്റേഴ്സ് അവേ വന്നിട്ടുള്ളൊരു ഹോട്ടലായതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടൽസും മോസ്റ്റ്ലി ഇവർ ബുക്ക് ചെയ്തിരുന്ന എല്ലാ ഹോട്ടൽസും സിറ്റീസിലല്ലായിരുന്നു. നമ്മുടെ ഐറ്റിനറിയിൽ ഓവർ സ്റ്റേ അറ്റ് പാരീസ് അല്ലെങ്കിൽ ആംസ്റ്റർഡാം എന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ഔട്ട്സ്കേർട്സിലാണ്. അതായത് സിറ്റിയിൽ നിന്ന് മിനിമം ഒരു 30-35 കിലോമീറ്റേഴ്സ് പോകുന്ന പോലെയായിരുന്നു എല്ലാ ഹോട്ടൽസും. അപ്പോൾ ഈ പാരീസിലത്തെ ഹോട്ടലിൽ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പോയപ്പോൾ ജസ്റ്റ് കോൺഫ്ലിക്സും മിൽക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് ആ ക്രൗഡ് മാനേജ് 100 പേരുടെ ക്രൗഡ് മാനേജ് ചെയ്യാനുള്ളൊരു ഇൻവെൻട്രിയോ അല്ലെങ്കിൽ അതിനുള്ളൊരു മാനിങ് അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഹോട്ടൽ അതോറിറ്റീസിൻ്റെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു റിപ്ലൈ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തലേ ദിവസം സ്വിട്രസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തലേ ദിവസം വൈകുന്നേരം 5 മണിക്കാണ്, അതായത് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന അന്ന് 5 മണിക്കാണ് ഇവരെ വിളിച്ചിട്ട് റൂം വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂം കൊടുത്തു. പക്ഷേ നമുക്ക് അത് ഫുഡ് പാർട്ട് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് കിട്ടിയില്ല. ഫുഡ് നമുക്ക് റെഡിയാക്കാനുള്ളൊരു ടൈമോ അല്ലെങ്കിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കാനുള്ളൊരു ടൈം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നതാണ് നമ്മുടെ ആ സ്റ്റേ ചെയ്ത ഹോട്ടൽസിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അവിടെ ഒരു പ്രോപ്പർ വൈഫൈ ഉണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ കാര്യം ഇത് തന്നെയായിരുന്നു. നമ്മളൊരു 3 lakhs മുടക്കി ഒരു ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട സർവീസ് ഇതൊക്കെയാണോ